രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ ഒരു MLA വിജയിപ്പിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? മാറാത്തത് ഇനി മാറും എന്നാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. ഈ കേരളത്തിന്റെ മണ്ണിൽ ടീം BJP മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ച ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഭരണകൂടത്തിന്റെ കാവൽക്കാരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുരേഷ് ഗോപി, അദ്ദേഹം ഇവിടെ വന്നത് ഈ പ്രദേശത്ത് മാത്തൂരിലെ കർഷകരുടെ നാടാണിത്. ആത്മാഭിമാനം കൊണ്ട് നമ്മുടെ അന്തരംഗം സന്തോഷം കൊണ്ട് വിതുമ്പുന്ന ഒരു നിമിഷമാണ്. എന്താണ്? കർഷകരെ കാണാൻ, ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ അടുത്തറിയാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ ഭാവിയിൽ പഠിക്കാൻ നല്ല സ്കൂളുകൾ ഉണ്ടാകണം എന്നാഗ്രഹിക്കാൻ, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ പാടത്ത് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ നെൽവയലുകളിൽ അവർ കൊയ്തു കൂട്ടിയിട്ടുള്ള നെല്ല് വാങ്ങിക്കൊണ്ടുപോയിട്ട് 3 മാസം കഴിഞ്ഞിട്ടും അവർക്ക് പണം കൊടുക്കാതെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണം പോലും വകമാറി ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നെറികെട്ട ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരമാണ് പ്രിയപ്പെട്ടവര് ഈ മാത്തൂരിലെ ജനങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഗുരുതുല്യനായിട്ടുള്ള, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, നിങ്ങൾ എന്നോട് എന്താണ് പറഞ്ഞത്? പാടശേഖര സമിതിയിലെ മാത്തൂരിലും കണ്ണാടിയിലും പിരായിരിയിലെയും പാടശേഖര സമിതിയിലെ കർഷകന്മാരെ ഞാൻ കാണാൻ പോയിരുന്നു. പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് BJP-യിലാണ് കണ്ണാടി പഞ്ചായത്തില്. അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്തിലെ പഴയകാല കോൺഗ്രസുകാരൻ അല്ലെ ഭാസ്കരൻ, ആ പഴയകാല കോൺഗ്രസുകാരന്റെ കുടുംബം ഇന്ന് BJP-യുടെ കൂടെയാണ്. കണ്ണാടിയിലെയും മാത്തൂരിലെയും പിരായിരിയിലെയും കർഷകന്മാരെന്താണ് ആവശ്യപ്പെട്ടത്? അവരാവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് വേണ്ടത് ആരെയാണ്? കാർഷിക വകുപ്പിന്റെ മന്ത്രിക്ക് മാത്തൂരും കണ്ണാടിയും പിരായിരിയും ഒന്ന് കാണിച്ചു കൊടുക്കാൻ ശോഭയ്ക്ക് സാധിക്കുമോ എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ വരുന്ന 6-ാം തീയതി ക്യാബിനറ്റ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻജി മാത്തൂരിലെ കണ്ണാടിയിലെ പിരായിരിയിലെ കർഷകരെ കാണാൻ വരികയാണ്. ക്യാബിനറ്റ് മിനിസ്റ്ററാണ് വരുന്നത്. ആ കർഷകരെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശോഭയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പാലക്കാട് നിയോജകമണ്ഡലത്തിലേക്ക് കർഷകർക്ക് ക്യാബിനറ്റ് മിനിസ്റ്ററെ കാണാൻ ആഗ്രഹമുണ്ട് എന്നറിയിക്കാൻ നമുക്ക് പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരൊറ്റ വാട്സപ്പില് സുരേഷ് ചേട്ടനോട് നമ്മുടെ കേന്ദ്രമന്ത്രി, നമ്മുടെ ഹൃദയം, അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ അമ്മമാരോട് പറഞ്ഞിരുന്നു ഗാലറിയിൽ ഇരുന്ന് കളി കാണാനല്ല ശ്രീമാൻ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞങ്ങൾ അകത്തുണ്ടാകും, അത് ലോക്സഭയിലുണ്ടാകും, ധാരാളം വോട്ടുകൾക്കായിരിക്കും അദ്ദേഹം വിജയിക്കാൻ പോകുന്നത് എന്ന് പറയുകയും തൃശ്ശൂരിലെ അമ്മമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മകനായി, നിങ്ങളുടെ മക്കൾക്ക് നാഥനായി തൃശ്ശൂരിന്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരാളുണ്ടാകുമെന്ന് പറഞ്ഞുവെങ്കിൽ തൃശ്ശൂരിലെ ജനത അദ്ദേഹത്തെ 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ തൃശ്ശൂരിൽ വിജയിപ്പിച്ചത്. അങ്ങനെ ഒരു വ്യക്തി, അദ്ദേഹം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ വേദിയിലിരിക്കുമ്പോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, കേന്ദ്രമന്ത്രി നടന്നിട്ടല്ലേ താഴെ ഞാൻ നടക്കേണ്ടത്, പിറകിൽ ഞാൻ നടക്കേണ്ടത്? അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളെയൊക്കെ മുന്നിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പിറകിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വലിയേട്ടനാണ്. ഇതിപ്പുറം എന്ത് വേണം? മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും പാലക്കാടിലെയും സഹോദരന്മാർക്ക് നമുക്ക് ജ്യേഷ്ഠനായിട്ട്, പിന്നെ നല്ല സിനിമ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് 1.5 പടം അഭിനയിച്ച ആളാണ്, സിനിമ അഭിനയിച്ച ആളാണ് ഇരിക്കുന്നത് അല്ലെ? കമ്മീഷണർ പോലെ അല്ലെ? എത്രയോ നല്ല നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് സ്വാഗതം അരുളുകയും അദ്ദേഹം ഈ വേദിയിൽ വന്നതിന് അഭിമാനം കൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്, അഭിമാനത്തോടുകൂടി നിൽക്കുകയാണ്. കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ, ഭാരതം എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം. അങ്ങനെ അഭിമാനത്തോടുകൂടി നമ്മുടെ കേന്ദ്രമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കൈയടിച്ച് സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ വരവേറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ പാലക്കാടിനോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങളുടെ സാധാരണക്കാരിയായിട്ടുള്ള ശോഭയ്ക്ക് ഒരു വലിയേട്ടനുണ്ട്. അത് ശ്രീമാൻ സുരേഷ് ഗോപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല.
കണ്ടതിനും കേട്ടതിനും ഈ പൊരിവേദിയിൽ പണിയെടുത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നതിനും നിങ്ങളുടെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. അതിന്റെ ആവശ്യമില്ല. അത് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി നമ്മളേവരും കുറേ നേരമായി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മളെല്ലാം പ്രിയപ്പെട്ട സുരേഷനെ ക്ഷണിച്ചു. നമസ്കാരം പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് പ്രിയ പാലക്കാട്ടുകാർക്ക്, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങൾക്ക്, കുഞ്ഞുമക്കൾക്ക്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താക്കൾക്ക് വേദിയിൽ എന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ തമ്പടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ വേരോട്ടത്തിന് ശക്തി പകരാൻ, ഊർജം പകരാനായി മറ്റുള്ള 27 സംസ്ഥാനങ്ങളിൽ നിന്ന് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ഒരുപക്ഷെ കേരളത്തിലെ നേതാക്കൾക്ക് പോലും ഒരു ചാർട്ടുള്ളതുണ്ടാകും അറിയില്ല. ഇത് അനിതര സാധാരണമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ. വളരെ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം 9-ാം തീയതി വന്ന് എത്തി നിൽക്കുന്നത്. ഇന്ന് ദുഃഖവെള്ളി, നന്മയെ അടിച്ചമർത്തിയ ദിനമാണ്. ലോകം മുഴുവൻ അടിച്ചമർത്തപ്പെടുന്നവരുടെ ചോര മണം നുകരാൻ വിധിക്കപ്പെട്ട ദിനമാണ്. ക്രിസ്തുദേവനും അതിനുശേഷം ഇങ്ങോട്ട് ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗത്ത് യുദ്ധങ്ങൾ, ചെറു തല്ലുകൂട്ടങ്ങളുടെ എല്ലാം ആഘാതമേറ്റ് വലിയ മനുഷ്യ സമൂഹങ്ങളുടെ എല്ലാം ചോര വാർന്നൊലിക്കുന്ന അവസ്ഥയിൽ ഒരു ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ എല്ലാ നീച പ്രവർത്തനങ്ങൾക്കും, എല്ലാ പൈശാചിക വിളയാട്ടങ്ങൾക്കും എന്നേക്കുമായി അവസാനം കുറിച്ചുകൊണ്ട് സമാധാനത്തിന്റെ സന്ദേശവുമായി ഉയർപ്പിന്റെ നാളാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. വലിയ ഉയർപ്പിന്റെ കാലം ഒരിക്കൽ കൂടി ലോക ജനതയ്ക്ക് വന്ന് കൈയണയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പങ്കുചേർന്നിട്ടുള്ള അതിഥികളെന്ന് പറഞ്ഞുകൂടാ, അവരാണിപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി. കർണാടകയിൽ ഹൂബ്ലിയിലെ MLA ശ്രീ മഹേഷ്, അദ്ദേഹത്തിന് സ്വാഗതം. ഹാർട്ടി വെൽക്കം ടു യു സർ. നാളെ ചിലപ്പോൾ ഒരു MLA ആയിട്ടോ MP ആയിട്ടോ ഒക്കെ ഗോവയിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലോ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിലോ പൊന്തി വരാൻ പോകുന്ന കരുത്തുള്ള ആംഗുള്ള നേതാവാണ് സാവന്ത്ജിയുടെ ധർമ്മപത്നി ശ്രീമതി സുലക്ഷണ സാഹ. ആയമ്മയ്ക്ക് വെരി ഹാർട്ടി വെൽക്കം. നന്നായി സംസാരിക്കും, പക്ഷെ ഇന്നിപ്പോ സമയം ഇത്രയും വൈകിയത് കൊണ്ടും ശോഭ എന്ന വലിയ
പ്രസംഗക്കാരിയെ കുറച്ചുകൂടി സമയം നൽകി അനുഗ്രഹിക്കണമെന്ന് നിശ്ചയിച്ച് പ്രസംഗത്തിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ്. വളരെ മനോഹരമായ ആംഗ്ലയത്തിൽ ഞാൻ മെനിഞ്ഞാന്ന് രാത്രി പത്മ ചേച്ചിക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുമ്പോൾ ഒരു വലിയ കുടുംബ സദസ്സിൽ സംസാരിച്ചത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാവിയിൽ ഒരു MP-യോ അല്ലെങ്കിൽ ഗോവയിലെ ഒരു മന്ത്രിയോ ഒക്കെ ആയി കാണാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ. പാലക്കാട്ടേക്ക് വരുമ്പോൾ, പാലക്കാട് ഞാൻ തിരുവനന്തപുരത്ത് അച്ചുവീട്ടിൽ താമസം ഉറപ്പിച്ചതിന് ശേഷം പാലക്കാട് വരുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പ് ആദ്യമായി പാലക്കാട് ഷൂട്ടിങ്ങിനെത്തുന്നത് 86 നവംബർ 5-ാം തീയതിയാണ്. ഇവിടെ KTDCയുടെ ഒരു റെസ്റ്റോറന്റും ഗസ്റ്റ് ഹൗസുമായിട്ട് മലമ്പുഴയിൽ പാറമുകളിൽ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, നന്നായിട്ടുണ്ടാവായിരിക്കാം. അന്ന് വളരെ വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് കന്നുകാലികളെ കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നത് പോലെ കൊണ്ടുവന്ന്. സിനിമയുടെ പേര് PC 369, PC 369. അതിനകത്ത് TG രവിചേട്ടനുമായിട്ടാണ് ഞാൻ ഒരു വലിയ മോഷ്ടാവിന്റെ റോള് ചെയ്ത് കൊണ്ടുവന്നത്. അന്ന് മലമ്പുഴയിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ വെട്ടി തുറന്നു വിട്ടിട്ടുള്ള വലിയ നീരൊഴുക്കിലൊക്കെ എടുത്ത് ചാടിയിട്ടുണ്ട്. അതിന്റെ ആഴമറിയാതെ അപകടത്തിൽപ്പെടാതെ തീർച്ചയായിട്ടും സിനിമയിലെ സഹോദരങ്ങളെല്ലാം രക്ഷപ്പെടുത്തി എടുത്തിട്ടുമുണ്ട്. പക്ഷെ ആ ചാട്ടം ആ സിനിമയിൽ ആവശ്യമായിരുന്നു. നിങ്ങൾ ഇപ്പോഴും അത് യൂട്യൂബിലോ എവിടെയെങ്കിലും ഒക്കെ തപ്പിയാൽ കിട്ടും, കണ്ടാൽ മനസ്സിലാവും. മുകേഷും സരിതയും ഒക്കെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പാലക്കാടിന്റെ ആത്മാവിനെ തൊട്ടറിയാൻ 2 പ്രമുഖ നേതാക്കൾ, അതിൽ ഒരാൾ പത്രമുതലാളി ശ്രീ MP വീരേന്ദ്രകുമാർ. ഞാൻ ഓർക്കുന്നത് പ്ലാച്ചിമട സമരമാണ്. പ്ലാച്ചിമട സമരം ഒരു ബഹുരാഷ്ട്ര കുത്തകയെ ഇവിടുന്ന് പായിച്ചോടിക്കാൻ വേണ്ടി എന്നതിലുപരി ഇവിടുത്തെ കർഷകന്റെ കണ്ണീര് നിരന്തരമായി ഒപ്പാൻ വേണ്ടി രൂപീകൃതമായ ഒരു വലിയ ജനകീയ സമരമായി. ആ സമരമുഖത്ത് എനിക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും ആ ബഹുരാഷ്ട്ര കുത്തകയ്ക്കെതിരെയുള്ള ലക്ഷസരം കാര്യങ്ങളുമായിട്ട് ഞാൻ വീരേന്ദ്രകുമാർ സാറിന്റെ കൂടെ ഒപ്പം ഏതാണ്ട് 2-2.5 വർഷക്കാലം സഞ്ചരിച്ചതാണ്. അതേ കാരണം കൊണ്ട് തന്നെയാണ് ശ്രീ VS അച്യുതാനന്ദൻ ഇവിടെ മത്സരിക്കാൻ മലമ്പുഴയിൽ വന്നപ്പോ ആ ബഹുരാഷ്ട്ര കുത്തക കൊടുത്ത പണം ഉപയോഗിച്ച് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തണം എന്ന് തൊട്ടടുത്ത സംസ്ഥാനത്ത് രാഷ്ട്രീയം തീരുമാനിച്ചത്. ഇവിടെ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും 2 മുന്തിയ നേതാക്കൾ അതിന്റെ കൂടെ നിന്നപ്പോ ഒരു കാരണവശാലും സഖാവ് VS അച്യുതാനന്ദൻ ഇവിടെ കാലിടറി വീഴാൻ പാടില്ല. കാലിടറി വീണാൽ അത് കേരളത്തിന്റെ മനസാക്ഷിയുടെ നിരന്തരമായ ഒരു ചതിക്കുഴിയിലേക്കുള്ള വീഴ്ചയായിരിക്കും മനസ്സിലാക്കി ഒരു കാരണവശാലും VS അച്യുതാനന്ദൻ ഇവിടെ തോൽക്കാൻ പാടില്ല. പാലക്കാട്ടുകാർ, മലമ്പുഴക്കാർ ജയിപ്പിച്ച് നിയമസഭയിൽ അയച്ചില്ലെങ്കിൽ ദുരന്തപൂർണമായിരിക്കും എന്ന് അഭ്യർത്ഥിച്ചെടുത്ത് അന്ന് ഏതാണ്ട് 8000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട്ടുകാർ, മലമ്പുഴക്കാർ ചെവിക്കൊണ്ടു, ഹൃദയത്തിലേറ്റി. ആ വാക്കിന് വിലയുണ്ടായി. അദ്ദേഹം അന്ന് 2006 ജയിച്ച് വന്ന് മുഖ്യമന്ത്രി പദം അലങ്കരിച്ച് വലിയ വ്യതിയാനമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാര്യത്തിൽ. അദ്ദേഹം വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. അതൊക്കെ ആ ആൾക്കാരാണ് ഇപ്പൊ അതിലും വലിയ കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, സമാനമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. അന്ന് സഖാവ് VS അച്യുതാനന്ദന് വേണ്ടി എന്ത് പറഞ്ഞുവോ അത് തന്നെയാണ് ഞാനിവിടെ ഇപ്പോ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ശോഭയെപ്പോലെ പാലക്കാട്ടുകാർക്ക്, കർഷകർക്ക്, ഒരു പാവപ്പെട്ട കർഷക സ്ത്രീയുടെ മകളായിട്ടാണ് ജീവിതത്തിന്റെ ഏറിയ പ്രായവും ജീവിച്ച് വന്നത്.
ഇപ്പോഴും മനസ്സ് അതിൽ നിന്ന് വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്നെക്കുറിച്ച് യുവമാരൊക്കെ പറയുന്നില്ലേ, ഈ നികൃഷ്ണന്മാർ, അയാൾ സിനിമയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. സിനിമയാണ് ജനങ്ങൾക്ക് വേണ്ടത്. സിനിമയിൽ എന്ത് ചെയ്ത് ഫലിപ്പിച്ചുവോ അത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഫലിപ്പിക്കാനുള്ള ശ്രമം എന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് പറയുന്ന നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഞാൻ മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ആ മൂല്യത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന ഈ ചതിയന്മാര് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. ശോഭയെ സംബന്ധിച്ച് ഇതെന്റെ ഒരു പരിദേവനമാണ്. ഇതൊരു